أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله المشرق والمغرب فأينما تولوا فثم وجه الله ഇന്നല്ലാഹ വാസിഉൻ അലീം. കിഴക്കും പടിഞ്ഞാറുമെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയെല്ലാം അള്ളാഹുവിന്റെ മുഖമുണ്ട്. അള്ളാഹു അതിവിശാലനും സർവജ്ഞനുമത്രേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തുലാസിൽ തൂക്കപ്പെടുമ്പോൾ നമുക്ക് കനപ്പെട്ട ഒരു കർമ്മമായി ഈ ഒരു സമയത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ നിർത്തിവെച്ച് ഇത് ഇന്ന് ആരംഭിക്കുകയാണ്. വീണ്ടും 114 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ റിഫ്രഷ് എന്നുള്ള പോലെ തന്നെ ഖുർആൻ പഠനം നമുക്കറിയാം. നമ്മളിങ്ങനെ ഖുർആനിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഖുർആൻ പഠനത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയി പല ഭൗതികമായ പല കാര്യങ്ങൾ ഇടപെട്ട് ഖുർആൻ ഹൃദയത്തിൽ നിന്ന് തന്നെ പോയ ഒരു അവസ്ഥയിലേക്ക് തന്നെ ആവാറുണ്ട് പലപ്പോഴും. അപ്പൊ നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും ഖുർആനിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അതിന്റെ ഒരു ബർക്കത്തും നമുക്ക് അതിന്റെ ഒരു ഐശ്വര്യമൊക്കെ നമുക്ക് മനസ്സിന് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ പഠനം ഇനിയും നമുക്ക് ഇതിൽ തുടരേണ്ടതുണ്ട്. പിശാചിന്റെ പ്രേരണ ഇല്ലാതെ അതിന്റെ ഒരു പെട്ടു പോവാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ഒരു ശക്തി കിട്ടാൻ നമുക്കൊന്നും കൂടി ഖുർആനിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു മുസ്ലിം എന്ന നിലയിൽ ഖുർആനിനോട് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. പലപ്പോഴും നമ്മൾ ഖുർആനിനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, ഖുർആൻ എന്ന ഭയങ്കരമായ ഗ്രന്ഥത്തെ വളരെ ഒരു തുച്ഛമായ രീതിയിലാണ് പല മുസ്ലിങ്ങളും അതിനെ കാണുന്നത്. പക്ഷെ അള്ളാഹു ഖുർആനിലും ഹദീസുകളിലുമായിട്ട് പല രീതിയിൽ നമുക്ക് ഖുർആനിനോടുള്ള ബാധ്യത ഖുർആൻ തന്നെ അതന്നെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് ഖിറാഅത്ത് എന്ന് പറയുന്നത്, വായിക്കൽ. അത് നമ്മളെല്ലാവരും ചെയ്തു പോരുന്നതാണ്. വെറും ഒരു വായന, ഖിറാഅത്ത്. ഖുർആൻ എന്ന വാക്ക് തന്നെ പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് വാക്കിന്റെ അർത്ഥം. അതാണ് ഖിറാഅത്ത്. രണ്ടാമത്തെ തിലാവത്ത് എന്ന് പറയുന്നത് മനസ്സറിഞ്ഞുകൊണ്ടുള്ള പാരായണം. മനസ്സറിഞ്ഞുകൊണ്ടുള്ള പാരായണം. വറത്തിൽ ഖുർആന തർത്തീല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഇതാണ് മൂന്നാമത്താണ് തർത്തീൽ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ തിലാവ എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലൊന്ന് ഉൾക്കൊണ്ടുള്ള പാരായണം, ഖിറാഅത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാരായണം. മൂന്നാമത്തതാണ് തർത്തീൽ. അതാണ് വറത്തിൽ ഖുർആന തർത്തീല, നിർത്തി നിർത്തി വായിക്കുക. നമ്മള് ഒരു സ്പീഡിൽ അങ്ങ് പോവാതെ എന്നാൽ വളരെ സാവധാനം അല്ലാതെ ഒരു രീതിയിലുള്ള ഒരു വായന, തർത്തീൽ എന്ന് പറയുന്ന നിർത്തി നിർത്തിയുള്ള വായന. ഇതൊക്കെ ഖുർആൻ തന്നെ അതിനെ പരിചയപ്പെടുത്തുന്നതാണ് ഈ രീതിയിൽ എന്നുള്ള നിങ്ങൾ വായിക്കുക എന്നുള്ളത്. പിന്നെ തഅല്ലും എന്ന് പറയുന്ന ഖുർആൻ പഠിക്കാനുള്ളതാണ്. ഖുർആൻ എന്ന് പറയുന്ന ഒരു കടലോളം, അല്ലെ, സൂറത്ത് ഗഫില് പറയുന്നത് പോലെ ഒരു കടലിനെക്കാട്ടിൽ ഒരു കടൽ മുഴുവൻ ഒരു പേനയിലെ മഷിയാക്കിയാൽ അതുകൊണ്ട് എഴുതിയാൽ പോലും തീരാതെ വീണ്ടും അതുപോലത്തെ ഒരു കടൽ പോലും വന്നാലും തീരാത്ത അത്രമാത്രം ഡീപ്പാണ് ഖുർആനിലെ ഓരോ കാര്യവും. ഓരോ വാക്കിലും അർത്ഥങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരാത്ത അത്ര ഡീപ്പാണ് ഖുർആനിന്റെ പഠനം എന്ന് പറയുന്നത്. അപ്പൊ പഠിക്കൽ ഖുർആനോടുള്ള ബാധ്യതയാണ്. പിന്നെ എന്താണ്, അതുപോലെ തന്നെയാണ് നമുക്ക് തഅലീം എന്ന് പറയുന്നത്, പഠിപ്പിക്കൽ. അതായത് നമുക്ക് അറിവില്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. പലപ്പോഴും പല ആളുകളും വിചാരിക്കാറുണ്ട് ഈ പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് അറിവ് നമുക്ക് കിട്ടിയാലേ മറ്റൊരാൾക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ശരിക്കും നമ്മൾ ഖുർആനിനെ മനസ്സിലാക്കി, ഇപ്പൊ നമ്മൾക്കൊക്കെ എന്തെങ്കിലും ഒരു അറിവ് ഖുർആനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്
എന്താ പറയാ, ഒരു വിശാല മനസ്കനായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള മനസ്സുള്ള ഒരാളുടെ നല്ല മനസ്സിന്റെ ഒരു പിന്നെ നല്ല മനസ്സുകൊണ്ടാണ് നമുക്ക് ആ ഒരു അറിവ് കിട്ടിയത്. അതായത് ഏതോ ഒരാൾ അയാൾ പഠിപ്പിക്കാനുള്ള അറിവ് കൊണ്ട് പഠിപ്പിക്കാൻ തയ്യാറായത് കൊണ്ടാണല്ലോ നമുക്ക് ഖുർആൻ പഠിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നാണെങ്കിലും ആ യൂട്യൂബിൽ ഇട്ട ആള് ഖുർആൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു നിയത്തോടു കൂടി അദ്ദേഹം ഉള്ള അറിവ് പങ്കുവച്ചത് കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. അപ്പൊ ഈ ഒരു ഖുർആൻ നമുക്ക് കിട്ടുന്നത് എത്രയാണോ അത് പഠിപ്പിക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതായത് ഇപ്പൊ എനിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തെറ്റുകൂടാതെ വായിക്കാൻ അറിയുമെങ്കിൽ അത് തപ്പി തപ്പി ബുദ്ധിമുട്ടി വായിക്കുന്ന ഒരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ബാധ്യത നമുക്കുണ്ട്. മനസ്സിലായില്ലേ? പഠിപ്പിക്കുക എന്ന് പറയുന്നത് എത്രയാണോ അറിവ് അത് ഇല്ലാത്തവർക്ക് പകർന്നു കൊടുക്കുക. അറിവിനേക്കാൾ വലിയൊരു സാധനം ഇല്ല മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ സാധനം. നമ്മൾ ബാക്കി എല്ലാം പകർന്നു കൊടുക്കും. പക്ഷെ ഈ ഒരു അറിവ്, ഖുർആനിക അറിവ് എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനുള്ളതാണ്. നമുക്കുള്ളത് കൊടുക്കാനാണ് പറഞ്ഞത്. എത്രയാണോ നമുക്കുള്ളത് അതില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് തന്നെ ഒരുപാട് പ്രതിഫലമുറ്റതാണ്. അത് ജാരിയത്തായ കാര്യമാണ്. നമ്മൾ മരിച്ച ശേഷവും ഖബറിൽ കിടക്കുമ്പോഴും നമുക്ക് ആ ഒരു വ്യക്തി നമ്മൾ കാരണം ഖുർആൻ പഠിക്കാനോ അല്ലെങ്കിൽ അതുമായുള്ള വെളിച്ചം പ്രകാശം കിട്ടാനോ കാരണമായിട്ടുണ്ടെങ്കിൽ ഖബറിൽ കിടക്കുന്ന കാലത്തോളം നമുക്കത് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് താഖുൽ എന്ന് പറയുന്നത് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കൽ. അതായത് നമ്മൾ ഖുർആൻ പല സ്ഥലങ്ങളും ആയത്തിന്റെ അവസാനം അള്ളാഹ് ചോദിക്കാണ്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്താ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ എന്താ ചിന്തിക്കാത്ത? ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിന്തിക്കുന്നില്ലേ എന്ന് പറയും. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് ചിന്തിച്ചാൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കിട്ടുന്ന ഒരു കാര്യമാണ്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ കണ്ടെത്തും. ഇപ്പൊ ഏതൊരു സംഭവത്തിലും, ഏതൊരു പരീക്ഷണത്തിലും, ഏതൊരു പ്രകൃതി സംഭവങ്ങളിലും നമ്മൾ ശരിയായ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹിനെ കണ്ടെത്താൻ കഴിയും. എല്ലാത്തിനും പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ചിന്തിച്ചാലാണ് കിട്ടുക. അപ്പൊ അതിനാണ് ഖുർആൻ ചിന്തിക്കാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ ദിറാസത്ത് എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കൽ. അതായത് അത് പഠിക്കുക, സ്വന്തമായിട്ട് ഇങ്ങനെ വായിച്ച് അത് പഠിക്കുന്ന ഒരു ദർസ ആയിട്ടുള്ള പഠനം എന്ന് പറയുന്നത്. പിന്നെ മുദാറസ് എന്ന് പറയുന്നത് ചർച്ച ചെയ്ത് പഠിക്കുക. അതായത് നമ്മൾ ഒന്ന് രണ്ടാളുകൾ കൂടിയിരുന്ന് മുദാറസത്ത് ചെയ്ത് ചർച്ച ചെയ്ത് പഠിക്കുക എന്നുള്ളത് നല്ല ഒരു പുണ്യമുള്ള കാര്യമാണ്. കൂടുതൽ പുണ്യമുള്ള കാര്യമാണ്. പിന്നെ അതുമല്ല, നമുക്ക് മനസ്സിൽ കൂടുതൽ നിൽക്കാനും നല്ലതാണ് മുദാറസത്ത്. പിന്നെ ഈമാൻ, അതായത് വിശ്വാസം അർപ്പിക്കൽ എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസം പിന്നെ കൂടുതലും ഈ ഖുറാനിനോട് അല്ലെ, ഈമാൻ വർദ്ധിക്കാനൊക്കെ ഖുറാൻ സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഹിഫ്ള് ഖുറാൻ എന്ന് പറയുന്നത് മനഃപ്പാഠമാക്കാനും കൂടിയുള്ള ഗ്രന്ഥാണ്. എല്ലാ ഗ്രന്ഥങ്ങളും ഇങ്ങനെ ഉണ്ടാവാറില്ല അല്ലെ. ഒരിക്കലും മനഃപ്പാഠമാക്കുക ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത്, അത്തരത്തിൽ എന്ത് ഗ്രന്ഥാ ഉള്ളത് ഈ ലോകത്ത്? എന്തെങ്കിലും ഗ്രന്ഥം അങ്ങനെ ഉണ്ടോ? ഫുള്ള് A to Z വള്ളി പുള്ളി വിടാതെ ഒരു അക്ഷരത്തെറ്റും ഇല്ലാതെ മനഃപ്പാഠമാക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ഖുർആനാണ്. അപ്പൊ ഖുർആനോടുള്ള ബാധ്യതയും കൂടിയാണ് നമുക്കതിനെ മനഃപ്പാഠമാക്കുന്നുള്ളത്. പിന്നെ തദ്കീർ, അതായത് ഉത്ബോധിപ്പിക്കുക. വഇന്നഹു ലതദ്കിറത്തുൽ ലിൽ മുത്തഖീൻ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത് തന്നെ. അത് മുത്തഖീങ്ങൾക്ക് ഒരു ഉത്ബോധനമാണ്. അതായത് തെറ്റുകളിൽ നിന്നൊക്കെയുള്ള ഒരു ഉത്ബോധനമാണ് ഖുറാനിക ആയത്തുകൾ എന്ന് പറയുന്നത്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ പിന്തുടരാനുള്ളതാണ് ഖുറാനിലെ ആയത്തുകൾ. പിന്തുടരപ്പെടണം. അതായത് ഓരോ ആയത്തുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പകർന്ന് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. പിന്നെ തബ്ഷീറാണ് ഖുർആൻ എന്ന് പറയുന്നത്. സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ് അതിലെ ആയത്തുകൾ. ഓരോ ആയത്തും പരീക്ഷണത്തിലുള്ളവർക്ക്, പ്രയാസങ്ങൾക്കുള്ളവർക്ക് സന്തോഷമാണ് അല്ലെ. നന്മകൾ ചെയ്യുന്നവർക്ക് സ്വർഗത്തിനെ കുറിച്ച് സന്തോഷമുണ്ട്. തിന്മകൾ ചെയ്യുന്നവർക്ക് അതിൽ വാണിംഗ് ഉണ്ട്. അതിനുശേഷം ഇൻദാർ എന്ന് പറയുന്ന താക്കീത് നൽകൽ വാണിംഗ് ആണ്. പലർക്കും അതൊരു പിന്നെ നദീർ എന്ന് പറയുന്ന താക്കീതുകളാണ്. പിന്നുള്ളത് ഖുർആനോടുള്ള ബാധ്യത ഇസ്തിമാ എന്ന് പറഞ്ഞാല് നമ്മൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ എവിടെയെങ്കിലും പാരായണം ചെയ്യപ്പെടുന്നത് കേട്ടാൽ നമ്മൾ അവിടെ ബഹളം വെക്കാതെ അത് ശ്രദ്ധിക്കണം. എന്താണ് പാരായണം ഇപ്പൊ നമ്മൾ വണ്ടികളിലൊക്കെ പോകുമ്പോ ഖുർആൻ ഇട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക, ഒരു വിലയും ഇല്ലാതെ ഖുർആൻ അവിടെ ഓതുകയും നമ്മൾ ഇവിടെ ഭൗതികമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു സത്യവിശ്വാസി ഖുർആനോട് ചെയ്യുന്ന അവഗണനയാണ്. അപ്പൊ ഖുർആൻ ഇടുകയാണെങ്കിൽ നമ്മൾ അത് കേൾക്കുക, അല്ലെങ്കിൽ അത് ഓഫാക്കുക. അപ്പൊ കാരണം ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കണം, അത് പാരായണം ചെയ്യപ്പെടും. പിന്നെ ഇൻസാത്ത് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ മൗനം പാലിക്കുക.
മിണ്ടാതെ ഇരിക്കുക. അത് സംസാരിച്ച് അതിനെ അവഗണിച്ച് കളയുന്ന രീതിയിൽ ആവരുത്. അൻസിത്തു എന്ന് പറയുന്നത് പിന്നെ ശബ്ദമുണ്ടാക്കാതിരിക്കുന്നതിനാണ്. അതുപോലെ തദബ്ബുറാണ്. ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ളതാണ് ഖുർആൻ. തദബ്ബുർ ആഴത്തിൽ, അതായത് ഈ ഖുർആൻ ശരിക്കും നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോ കുറേ ചിന്തിച്ചു പോകുമ്പോ നല്ലോണം ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന്ന് കിട്ടും. ഈ ഇപ്പൊ ഓരോ ആയത്തിലെ തഫ്സീറുകൾ നമ്മൾ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരുപാട് തലങ്ങളിലേക്ക് ആ ആയത്തിനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ തബയീൻ എന്ന് പറയുന്നത് വിശദീകരിച്ചു കൊടുക്കൽ. തബയീൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. മുജാഹദയാണ്, സമരം ചെയ്യാനുള്ളതാണ്. വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സി ഇന്നല്ലാഹ ലഅനിയ്യുൻ അലീം. ഇതിലില്ലേ ഒരുപാട് കാര്യങ്ങള് ജിഹാദ് ചെയ്യാൻ അള്ളാഹു ഖുർആനിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഇഖാമത്തുണ്ട്, സംസ്ഥാപിക്കൽ. ഖുർആനിലെ ചില ആയത്തുകളൊക്കെ ഈ ലോകത്ത് നമ്മൾ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന സംസ്ഥാപനം, ഇഖാമത്തുദ്ദീൻ, ഇപ്പൊ ദീന് ഈ ലോകത്ത് സ്ഥാപിക്കാൻ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ വിഷയങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ഥാപിക്കേണ്ടതായിട്ടുള്ള ആയത്തുകളുണ്ട്. അപ്പൊ നമ്മൾ ഖുർആൻ മൊത്തം വായിച്ചു നോക്കി, എല്ലാം നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ നമ്മളെ പോലെയുള്ള ആളുകൾ അധികവും എന്താ ചെയ്യുക വെച്ചാൽ പേഴ്സണൽ ലൈഫിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, വളരെ കണിശത ഉണ്ടാവും. എന്നാൽ സാമൂഹികമായിട്ടോ രാഷ്ട്രീയ തലത്തിലോ ഒരു ഇസ്ലാമിന്റെ ഒരു ലെവലേഷൻ പോലും ഇല്ലാത്ത ഒരു ജീവിതവും കാണാം. പക്ഷെ ഖുർആൻ എന്ന് പറയുന്നത് വെറും പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളല്ല. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാരെ കഥകളാണ്, ഒരുപാട് കാര്യങ്ങൾ. എന്താണ് ഈ പ്രവാചകന്മാരുടെ കഥകളൊക്കെ എന്തിനാണ് ഒരു പുസ്തകത്തിൽ കഥയായിട്ട് കൊടുത്തിരിക്കുന്നത്? അവരൊക്കെ ദഅവത്തൊക്കെ ചെയ്യപ്പെണ്ടായിരുന്ന പ്രയാസങ്ങളും അവരെങ്ങനെയാണ് ആ ഒരു സമൂഹത്തെ നയിച്ചതും അവസാനം അള്ളാന്റെ മാർഗത്തിൽ വരാത്തത് കൊണ്ട് അവർക്കുണ്ടായ ശിക്ഷയൊക്കെയാണ് അധികവും പറയുന്ന അതാണ്. റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ചരിത്രങ്ങളാണ്. അപ്പൊ അത് നമ്മള് ഖുർആൻ എത്രമാത്രമാണോ ഓരോ കാര്യത്തിനും വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത് തോന്നുന്നു. ഖുർആനിലെ വെയിറ്റേജ് നമ്മൾ നോക്കണം. ഓരോ വിഷയങ്ങൾക്ക് എങ്ങനെയാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്, അത്തരത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ ഖുർആന്റെ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കാന്നല്ല. ഖുർആൻ മൊത്തം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഹുക്കുമുണ്ട്, വിധി നടപ്പാക്കാൻ ഒരുപാട് കാര്യങ്ങള് അവിടെ ഉണ്ടല്ലേ. വ്യഭിചാരിക്കൊക്കെ കുറ്റം എത്ര അടിയും ഒക്കെ ഉള്ള ശിക്ഷകളൊക്കെ പല ആയത്തുകളും ഹുക്കുമാണ്, വിധിയാണ്. അതുപോലെ തഹ്മീൽ, അതിന്റെ വാഹകരാവാൻ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. ഖുർആനിന്റെ വാഹകരാവുക എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതുപോലെ തമന്നി, അതായത് ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് ആശ വേണം, ഒരാഗ്രഹം, ആ ഒരു തരത്തിൽ നമ്മൾ ഖുർആനെ സമീപിക്കണം. അതുപോലെ തെബിലീഗ് ഇവിടെ തെബിലീഗ് എന്ന് പറഞ്ഞാൽ ബലഗ എന്ന് പറഞ്ഞാൽ എത്തി എന്നുള്ളതാണ്. അപ്പൊ ആ തെബിലീഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കണം. ഖുർആൻ എന്ന് പറയുന്ന ഒരാൾ സ്വന്തം ജീവിതത്തിൽ അങ്ങ് പകർത്തി സ്വന്തമായിട്ടുള്ളതല്ല, ഒരിക്കലും അത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാനുള്ളത് തന്നെയാണ് ഖുർആൻ. അപ്പൊ ഇത്തരത്തിൽ 24ഓളം കാര്യങ്ങള് ഞാനിവിടെ വായിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഗ്രന്ഥത്തോട് ചെയ്യേണ്ട ബാധ്യത തന്നെയാണ്. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ, എനിക്കിത് കഴിയില്ല എന്ന് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അത് അള്ളാഹ് കാണുന്നുണ്ട്. അത്തരം ശ്രമിക്കുമ്പോഴാണ് നമുക്കത് അതിനെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു സത്യവിശ്വാസിയായി മാറുള്ളൂ. അപ്പൊ ഇവിടെ കൊടുത്തതൊക്കെ ഖുറാനിലും ഹദീസിലും പല ഭാഗത്തായി വന്ന ചില കാര്യങ്ങളാണ്. പിന്നെ ഇനിയും നമ്മൾ സൂക്ഷ്മമായി ഖുറാനിലെ ആയത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഖുറാനോട് ഒട്ടേറെ ബാധ്യതകൾ ഉള്ളതായിട്ട് കാണാൻ പറ്റും. പക്ഷെ വളരെ പിന്നെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പക്ഷെ ഈ നമ്മുടെ കാലത്ത് നമ്മുടെ ഒരു കൾച്ചറില്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള കൾച്ചറിൽ വെറും ഖുർആൻ എന്ന് പറയുന്നത് ഓതാനും ഊതാനും മന്ത്രിക്കാനും എന്നിവയിൽ അപ്പുറം ഒരു സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ കഴിയാത്ത, അതായത് അത്തരത്തിലാണ് ഖുർആൻ നമ്മൾ കാണുന്നത്. ആ ഒരു ആയത്തിന്റെ വെറും ഒരു അറബി വാക്കിനെ എടുത്തുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ അതിന്റെ വളരെ ഡീപ്പായ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു വലിയൊരു മരം, ആ മരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ഒരു വെറും ഒരു തുച്ഛമായ ഒരു കഷ്ണവും കുറെ ഇലകളുമാണ്. പക്ഷെ അതിന്റെ അടിയിലേക്ക് വേര് എത്രമാത്രം ഡീപ്പാണ്. അപ്പൊ അതുപോലെയാണ് ആയത്തുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന അറബി വാക്കല്ല, അത് അടിയിലേക്ക് ഭയങ്കര ഡീപ്പാണ്. ആ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമ്മളെ നയിക്കുക വിശ്വാസിയായിട്ട്. മനസ്സിലായില്ല? അപ്പൊ അത് വെറും ഒരു ഓത്തായി മാത്രം മാറ്റരുത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി പറയാണ്.
പിന്നെ ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് 23 വർഷത്തോളം ഒരുപാട് വർഷത്തോളം പല പല സന്ദർഭങ്ങളിലായിട്ട് ഇറക്കിയതാണ് ഖുർആൻ എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു വിപ്ലവമായിരുന്നു. അപ്പൊ ഇതില് ഖുർആൻ പഠനത്തിന്റെ കാര്യമാണ് ഞാനിവിടെ പറയും. ഇപ്പൊ 24ഓളം ഉത്തരവാദിത്തം പറഞ്ഞതില് ഈ ഖുർആൻ പഠനത്തിന്റെ പ്രതിഫലം നമ്മൾ അതിനെ ഇങ്ങനെ വായിച്ച് പഠിച്ച് ഇപ്പൊ നമ്മൾ ഇതിലിപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ ഖുർആൻ സ്റ്റഡി നമ്മൾ എല്ലാ ആഴ്ചയും ഉണ്ട്, ചൊവ്വാഴ്ചയാണ് നടത്തുന്നത്. അപ്പൊ നമ്മൾ അതിൽ പാരായണം ഉണ്ട്, അതിൽ നമ്മൾ അർത്ഥമായിട്ട് പഠിക്കുന്നുണ്ട് അതിനോട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് പോകുന്നുണ്ട് ല്ലേ, വിശദീകരണം. അപ്പോ ഈ 2, 3 തരത്തിലാണ് ഇവിടെ നമ്മളുടെ ക്ലാസ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഖുർആൻ പഠനത്തിന്റെ പ്രതിഫലം. ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അന്ത്യനാളിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കിരീടം അവന്റെ ശിരസിൽ അണിയിക്കപ്പെടുന്നതാണ്. അവന്റെ മാതാപിതാക്കൾ 2 ജോഡി വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടും. ഐഹിക ലോകം മുഴുവൻ ചേർന്നാലും അവയ്ക്ക് തുല്യമാവുകയില്ല. അവർ ചോദിക്കും, എന്തിന്റെ പേരിലാണ് ഈ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് അണിയിക്കപ്പെട്ടിരിക്കുന്നത്? അവരോട് പറയപ്പെടും, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചത് കാരണത്താൽ. ഈ ഒരു ഹദീസ് നോക്കൂ, അതായത് എത്രമാത്രം അർത്ഥവത്താണ്. ഒരാൾ ഖുർആൻ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാല് ആ പരലോകത്ത് അയാൾക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു കിരീടം അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയാ, അതിങ്ങനെ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ പകല് തന്നെ സൂര്യനെ കണ്ണുകൊണ്ട് നമുക്ക് നേരിട്ട് നോക്കാൻ കഴിയില്ല, അത്രക്കും അതിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വെട്ടിത്തിളങ്ങാണ്. അതുപോലെ ഇതുപോലെ ഈ കിരീടം സൂര്യനെ പോലെ പ്രകാശിക്കും ആ തലയിൽ വെച്ച് കഴിഞ്ഞാല്. പിന്നെ ഈ കുട്ടിയുടെ, ഈ മനുഷ്യന്റെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമുണ്ട്. അള്ളാഹു 2 ജോഡി വസ്ത്രങ്ങളാണ് അവർക്ക് ഇതിന് കൊടുക്കുന്നത്. അത് ആ വസ്ത്രങ്ങളെ ഗുണം എന്ന് പറയുന്നത് ഐഹിക ലോകം മുഴുവൻ ചേർന്നാലും അവയ്ക്ക് തുല്യമാവുകയില്ല ആ ഒരു വസ്ത്രങ്ങൾ ഇടുമ്പോൾ. അപ്പൊ അവര് ചോദിക്കും, എന്തിനാണ് പടച്ചോനെ ഞങ്ങൾക്ക് ഈ വസ്ത്രം? കാരണം അവർക്ക് അറിയില്ല, ഒരുപക്ഷെ അവര് മരിച്ചുപോയി, അവരൊന്നും അറിയാതെ അല്ലെ, അങ്ങനെ ഉണ്ടാവും. മക്കള് പഠിച്ച് ഇതായി, മക്കൾ ഒരു ഖുറാനിന്റെ വാഹകരായി മാറിയ അവസ്ഥ അവർ അറിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പൊ അവർ ചോദിക്കുന്നു, എന്തിനാണ് എനിക്ക് ഈ ഒരു ജോഡി വസ്ത്രം? അപ്പൊ അള്ളാഹ് പറയാണ് അവരോട്, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചത് കാരണത്താൽ. ഇപ്പൊ നമുക്ക് മരിച്ചുപോയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഖുർആൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പരലോകത്ത് അള്ളാഹ് നമ്മുടെ മാതാപിതാക്കൾക്ക് അതിന്റെ ഗുണം കൊടുക്കും എന്നുള്ളത് അള്ളാന്റെ എത്ര ഒരു കാരുണ്യമായുള്ള ഒരു കാര്യമാണെന്ന് ആലോചിക്കാം. പിന്നെ ഖുർആനിനെ തന്നെ ഖുർആനിലൂടെ പല പേരുകളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് കിതാബുള്ള, പിന്നെ ഹുദൻ ലിന്നാസ് ആണ് ഖുർആൻ, ദിക്റാണ്, നൂറാണ്. അതായത് ദിക്ർ എന്ന് പറയുന്നത്, ഹുദൻ ലിന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സന്മാർഗദർശകമാണ്. ദിക്ർ എന്ന് പറയുന്നത് ഉത്ബോധനമാണ്. നൂറാണെന്ന് പ്രകാശമാണ്. റൂഹാണെന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ഫുർഖാനാണ് ഖുർആൻ. അതായത് സത്യവും അസത്യത്തെയും വേർതിരിച്ചറിയുന്ന സാധനത്തിനെയാണ് ഫുർഖാൻ എന്ന് പറയുന്നത്. അറിയിച്ചു തരുന്ന ഒന്നിനെ. അതൊക്കെ ഖുർആനിന്റെ പേരുകളാണ്. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞ ഒരായത്ത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആൻ എങ്ങാനും ഒരു മലയുടെ ഒരു ജബലിന്റെ മുകളിലാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് കാണാം ആ ഒരു മല അള്ളാഹുവിനോടുള്ള ഭയത്താൽ അത് പൊട്ടിച്ചിതറി പോകുന്ന അവസ്ഥയിലാകും. അതായത് ആ ഒരു വാക്കുകളുടെ ഗാംഭീര്യവും അതിന്റെ ശക്തിയും ഒന്ന് ആലോചിക്കണം. അതായത് ഒരു മല പൊട്ടുക എന്ന് പറയുന്നത് വെറുതെ ഒന്നും പൊട്ടില്ല, മനസ്സിലായില്ലേ? ഒരു മല മൊത്തം ഇങ്ങനെ പിളർന്ന് പോവാന്നുള്ള, വല്ല ഭൂകമ്പമൊക്കെ അത്രക്കും ശക്തമായി വന്നാലാണ് ഒരു മല പൊട്ടിപ്പോവുള്ളൂ. അത്രക്കും സ്ട്രോങ് ആണ് മലകള്. അത്തരത്തിലുള്ള മലകളാണ് ഖുർആൻ ഇറക്കപ്പെടുമ്പോൾ പൊട്ടിപ്പോകുന്നത്. എന്തുകൊണ്ടാണ്? ശക്തി കൊണ്ടല്ല, അതിന്റെ ഒരു അള്ളാനെ പേടിച്ചിട്ട്. ആ ഖുർആൻ ഇറങ്ങുമ്പോഴുള്ള ആ ഖുർആനിന്റെ ഇറക്കുന്ന ആ ഒരു നാഥന്റെ ദിവ്യത്വം, അല്ലെങ്കിൽ ആ നാഥനെ ഭയപ്പെട്ടിട്ടാണ് അത് പൊട്ടിപ്പിളർന്നു പോകുന്നത്. അപ്പൊ എത്രമാത്രം ഗൗരവമേറിയ, അത്രയും ഗാംഭീര്യമുള്ള വാക്കുകളാണിതെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പ്രവാചകൻ പറഞ്ഞ മറ്റൊന്ന്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്.
ഇത് നമുക്ക് ഖുർആൻ പഠിതാക്കൾക്കും പഠിപ്പിക്കുന്ന ആളുകൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ഹദീസാണ്. നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠൻ, ഒരു സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ള പ്രവാചകൻ വിശേഷിപ്പിച്ചത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അതായത് ഖുർആൻ അവർ അത്രക്കും ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അവർ സമയം കണ്ടെത്തുന്നത്. ഈ ഭൗതികമായ കാര്യങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഇത്തിരി സമയം അതിന് നീക്കി വെക്കണമെങ്കിൽ നമുക്ക് അത്രയും ഗൗരവമുള്ള ഒരു കാര്യമായിരിക്കും അത് നീക്കി വെക്കുന്ന ആളുകൾക്ക്. അത് നീക്കി വെക്കാൻ സമയം കിട്ടാത്ത ആളുകൾക്ക് അത് ഭൗതികമായ തിരക്കുകൾ കൊണ്ട് അവർക്ക് അവിടെയാണ് പ്രാധാന്യം. അതില്ലെങ്കിൽ ശരിയാവില്ല എന്ന് അപ്പൊ ഇതില്ലെങ്കിലാണ് ശരിയാവാത്തത് എന്ന് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പൊ ഈ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം അള്ളാഹ് അങ്ങ് ഏറ്റെടുക്കും. അതായത് നമ്മൾ ഖുർആനിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ ബാക്കിയുള്ള ഭൗതികമായ ഒരുപാട് പ്രയാസങ്ങൾ ഇല്ലാത്ത മനുഷ്യരുണ്ടല്ലോ. ഭൗതികമായി മുഴുവൻ സുഖമായി ജീവിക്കുന്ന ആളുകൾ കുറവായിരിക്കും ല്ലേ? അത് എന്തെങ്കിലുമൊക്കെ പ്രയാസം മക്കളെ കൊണ്ടോ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു പരീക്ഷണങ്ങൾ, ആരോഗ്യം കൊണ്ട് ഒക്കെ പരീക്ഷിക്കപ്പെടുന്ന, സമ്പത്ത് കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അത്തരത്തിലൊക്കെ അവിടെയൊക്കെ അള്ളാന്റെ സഹായം കിട്ടണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഖുർആനോട് അടുത്ത് കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അള്ളാഹ് മറ്റുള്ള കാര്യങ്ങൾ, ഇവരുടെ പ്രയാസങ്ങൾ അറിയുന്നവൻ അള്ളാഹ്. അവൻക്കറിയാം എവിടെയാണ് എന്റെ അടിമ ബുദ്ധിമുട്ടുന്നത്, എന്ത് പ്രയാസം കൊണ്ടാണ് ഹൃദയം വേദനിക്കുന്നതെന്ന് അറിയുന്ന അള്ളാഹ്ക്ക് ഈ ആ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കാൻ കഴിയും. എന്ത്? അള്ളാഹിന്റെ ഗ്രന്ഥവുമായി കൂടുതൽ അടുക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദാസന്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, വല്ലവരും അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഒന്നിൽ ഒരുമിച്ച് കൂടുകയും ദൈവിക ഗ്രന്ഥം പാരായണം നടത്തി ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്താൽ അവരിൽ അള്ളാഹുവിന്റെ ശാന്തി വർഷിക്കുകയും ദൈവകാരുണ്യം അവരെ പൊതിയുകയും ചെയ്യും. മാലാഖമാർ അവരെ വലയം ചെയ്തിട്ടുണ്ടാകും. അള്ളാഹു തന്റെ സമീപത്തുള്ളവരോട് അവരെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. വളരെ ഇതൊക്കെ വായിക്കുമ്പോ ശരിക്ക് ഇപ്പൊ നമുക്കറിയാം ഇസ്ലാമില് നിസ്കാരത്തിന് പ്രതിഫലമുണ്ട്. പക്ഷെ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം ജമാഅത്തായി നമസ്കരിക്കുന്നത് 27 ഇരട്ടിയാണ്. അതുപോലെ തന്നെയാണ് ഖുർആൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഓതുക, പഠിക്കുക എന്ന് ചെയ്യുന്നതിനെക്കാട്ടിലും അള്ളാഹിന് അനുഗ്രഹം ഉള്ളത് ഒരുമിച്ചിരുന്നു കൊണ്ട് പാരായണം ചെയ്ത് അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്ത് ആ ഇരിക്കുന്ന സദസ്സുണ്ടല്ലോ, ഖുർആനിന്റെ വാക്കുകൾ ചർച്ച ചെയ്തിരിക്കുന്ന ആ ഒരു സദസ്സ്, ആ സദസ്സിൽ അള്ളാന്റെ ശാന്തി വർഷിക്കും. അള്ളാന്റെ കാരുണ്യം അവിടെ ഉണ്ടാവും. അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ അവരെ വലയം ചെയ്തിരിക്കും. അതുപോലെ തന്നെ അള്ളാഹ് തന്റെ സമീപത്തുള്ള അർശിന്റെ അടുത്തുള്ള സമീപത്തുള്ള അവരോട് സംസാരിക്കും. ആരെക്കുറിച്ച്? ഈ ചർച്ച ചെയ്യുന്നവരെ കുറിച്ച്. നോക്കൂ, എന്റെ അടിമകൾ അവർ കൂടിയിരുന്ന് ചർച്ച ചെയ്യാണ് അള്ളാഹിന്റെ ഗ്രന്ഥം. എത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ തന്നെ. ഇപ്പൊ നമ്മളൊരു ഒരു 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 ഗ്യാതറിംഗിൽ പോയിട്ട് കുറച്ച് ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കാര്യം വളരെ സന്തോഷത്തോട് പറയാന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര സന്തോഷമുള്ള കാര്യമായിരിക്കും ഒരാളുകളോട് നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു കാര്യം. അതും അത് ചിലപ്പോ സന്തോഷം കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, ഒരു 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 സദസ്സിൽ അത് പറയാ. അപ്പോ അത്രക്കും ഒരു പുണ്യമുള്ള കാര്യമാണ് ഈ ഖുർആൻ ഒരുമിച്ചിരുന്ന് ഒരു സെറ്റപ്പായി സിസ്റ്റമായിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പൊ അത് മാത്രമല്ല, നമ്മൾ ഒറ്റക്ക് ഇരുന്ന് വായിക്കുമ്പോ പെട്ടെന്ന് പിശാച് വരും. അപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ദിവസം പിന്നെ രാവിലെയൊക്കെ വെറുതെ ഇരിക്കുമ്പോ ഒന്ന് ഇരുന്ന് ഖുർആൻ വായിച്ചു നോക്കൂ, പിശാച് വരും, നമുക്ക് ഉറക്കം വരും, അവിടെ കിടക്കാൻ പറയും, കിടന്നു ഉറങ്ങി, കഴിഞ്ഞ് അതോടുകൂടി കഴിഞ്ഞ്. വളരെ പെട്ടെന്ന് പിശാചിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഒറ്റക്കാവുമ്പോ. നേരെ മറിച്ച് ഒരു സദസ്സിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണെങ്കിലോ ഉറക്കം വരികയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ മനസ്സിൽ കൊത്തിവെച്ച പോലെ അവിടെ നിൽക്കും. അത് പിന്നെ നമുക്ക് ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഓർമ്മ വരും. അവൾ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഈ ആയത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആ പറഞ്ഞ ആളെ മുഖം പോലും നമുക്ക് ഓർമ്മ വരും ചർച്ച ചെയ്യുമ്പോൾ. അത് വളരെ വളരെ വ്യത്യാസമാണ് ചർച്ച ചെയ്ത് ഒരുമിച്ച് പഠിക്കുന്നതും ഒറ്റക്ക് പഠിക്കുന്നതും. അതുപോലെ തന്നെ ഖുർആൻ പാരായണം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലമുള്ള മറ്റൊരു കാര്യമാണ് ഖുർആൻ മനഃപ്പാഠമാക്കൽ. ഇപ്പൊ നമ്മള് ചില ആളുകൾ പറയാറുണ്ട് ഖുർആൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, വെറും ഓതിയാ മതി. ഓതിയിട്ട് നമ്മളിങ്ങനെ അർത്ഥം വായിച്ചാൽ മതി, എന്നിട്ട് ജീവിതത്തെ പകർത്തിയാൽ മതി. പക്ഷെ അങ്ങനെയല്ല. ഖുർആനോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 തരത്തിലുള്ള ബാധ്യത പറഞ്ഞതിൽ ഒന്ന് ഖുർആൻ മനഃപ്പാഠമാക്കൽ തന്നെയാണ്. കാരണം ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരുപാട് സഹാബികൾ ഉണ്ടായിരുന്നു. ഹൃദയത്തിൽ ഖുർആൻ മനഃപ്പാഠമായി ഉണ്ടാകുമ്പോൾ അത് വേറൊരു അനുഗ്രഹമാണ്. ആ ഹൃദയം എന്ന് പറഞ്ഞാൽ ഖുർആൻ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയമാണ്. അവിടെ അള്ളാഹിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഖുർആനിക ആയത്തുകൾ അള്ളാഹ് തന്നെ പറഞ്ഞ കാര്യമാണ് എന്ത്, ഖിയാമത്ത് നാൾ വരെ
അതിന് ഞാൻ സൂക്ഷിക്കും, പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത്. അതുപോലെ തന്നെ ഖുറാന്റെ ഹൃദയത്തിൽ ഖുറാനുള്ള ഒരാൾക്ക് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്ന അത്തരത്തിലൊരു വിശദീകരണം വായിച്ചിട്ടുണ്ട്. അതായത് ഈ ഹിഫ്ലാണല്ലോ ഖുറാൻ, ഹഫില എന്ന് പറഞ്ഞാല് സൂക്ഷിച്ചു എന്നാണ്. അപ്പൊ ആ വാക്കിൽ നിന്ന് തന്നെ അള്ളാന്റെ, അപ്പൊ ഈ ഒരു മനപ്പാഠമാക്കുമ്പോഴാണ് ശരിക്ക് നമുക്ക് ഖുർആൻ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ സ്ത്രീകളോടൊക്കെ അടുക്കളയിൽ ഇപ്പൊ ഓരോ സാധനം എവിടെയെന്ന് ചോദിച്ചാൽ ഒരു സ്പൂണ് പോലും നമ്മൾക്ക് അറിയാം എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ ആരെങ്കിലും ഒക്കെ ഭർത്താക്കന്മാരൊക്കെ നമ്മളോട് എന്തെങ്കിലും സാധനം ചോദിക്കുമ്പോൾ നിങ്ങൾ അടുക്കളയ്ക്ക് പോവല്ലേ, ഞാൻ എടുത്തു തരാം, നിങ്ങൾ പോയി കഴിഞ്ഞപ്പോ അവിടെ മൊത്തം വലിച്ചിടും ഒരു സാധനം തിരഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മൾ പറയും ഞാൻ എടുത്തു തരാം. കാരണം നമുക്ക് അറിയാം ഓരോ ഷെൽഫിലും ഓരോ പാത്രം വെക്കുന്നതിലും ഏത് പാത്രമാണെന്നും എങ്ങനത്തെ പാത്രമാണെന്നും ഏത് മസാലയാണെന്നും ഒക്കെ നമുക്കറിയാം അടുക്കളയിലെ A to Z. പക്ഷേ ഖുർആനിലെ ഒരു ആയത്ത് എടുത്തിട്ട് ചോദിച്ചാൽ ഇത് ഏത് സൂറത്തിലെ ഏത് ആയത്താണ്, അല്ല ഏത് സൂറത്തിലാണ്, അറ്റ്ലീസ്റ്റ് ഏത് സൂറത്തിലാന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. വളരെ എന്താ പറയാ വിഷമിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഖുർആനിലെ ഒരു ആയത്ത് എടുത്തിട്ട് ഏത് സ്ഥലത്താണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ ഇത് വലിയ സൂറത്തിലുള്ളതാണോ ചെറിയ സൂറത്തിലുള്ളതാണോ എന്നെങ്കിലും പറയാനുള്ള ഒരു അറിവും ബന്ധവും ഖുർആനോട് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ശരിക്കും അത് ഖുർആനോടുള്ള ഒരു അവഗണനയാണ്. അപ്പൊ ഖുർആനോട് എപ്പോഴും ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്ന ആളുകൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഈ ആയത്തല്ലേ, അത് ഇന്ന സൂറത്തിലാണ്, അല്ലെങ്കിൽ ഇന്ന ഈ ചെറിയ ഭാഗത്ത് ഏതോ ഒരു ജുസയിലാണ് എന്നെങ്കിലും പറയാൻ പറ്റുന്നത് ഖുർആനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്കാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതേപോലെ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഭർത്താക്കന്മാർ നമ്മൾ അടുക്കളയ്ക്ക് പോവാറേ ഇല്ലല്ലോ അല്ലെ, അധികം ആളുകളുടെ. അപ്പൊ അവർക്കറിയില്ല അത് എവിടെയാ വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് അതിനോട് പെരുമാറാത്തത് കൊണ്ട് അറിയാം. നേരെ മറിച്ച് നമ്മൾ ഏതും സമയം അടുക്കളയിൽ ഉള്ളത് കൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. നമ്മൾ തന്നെയാണ് അത് അടുക്കി വെക്കുന്നതും എടുക്കുന്നതും ഒക്കെ അതാണ്. അപ്പൊ അത്തരത്തിൽ ഖുറാനുമായി എപ്പോഴും ഇടപഴകുന്ന ആളുകൾക്ക് അതില് പറയാൻ പറ്റും ഇന്ന സൂറത്തിൽ ഇന്ന ആയത്ത്, ഇതേ ആയത്ത് മറ്റേ സൂറത്തിലുണ്ട് എന്നൊക്കെ അവര് പറയും. അപ്പൊ അതാണ്. അപ്പൊ ഈ ഇത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാല് ഈ മനപ്പാഠമാക്കുന്ന ആളുകൾക്ക് ഇത്തരത്തില് നല്ല ബന്ധം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം പിന്നെ ഇന്ന അഅ്തൈനാക്കൽ കൗസർ ആ ആയത്ത് എവിടെയാന്ന് വെച്ചാൽ അപ്പൊ തന്നെ പറയും, എല്ലാരും പറയും അത് ഇന്ന ഇന്ന ഏതാണ്ട് ചെറിയ ഭാഗത്തുള്ള സൂറത്തുൽ കൗസറിലുള്ള ഫസ്റ്റ് ആയത്താണ് എന്നുള്ളത്. കാരണം നമുക്ക് ആ ഭാഗം കുറച്ച് നമുക്കറിയാം, പക്ഷെ മുകളിലേക്ക് നമുക്ക് അധികം ആളുകൾക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെ മനപ്പാഠമാക്കുമ്പോഴാണ് നമുക്കൊരു ആയത്ത് കേൾക്കുമ്പോ ഇന്ന സ്ഥലത്തുനിന്നും. പിന്നെ വേറൊരു ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പൊ നമ്മളൊരു വലിയൊരു പരീക്ഷണത്തിൽ പെട്ടിരിക്കുകയാണ്, ഇപ്പൊ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പോ നമുക്ക് നമുക്കൊന്ന് അറിയണം തോന്നി, എന്താ ഖുർആൻ ഇതിനെ കുറിച്ച് പറയാ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇന്ന സ്ഥലത്ത് ഇന്നൊരായത്തുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്നൊരായത്ത് അള്ളാഹ് സമ്പത്തിനെ പറ്റി പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ അറിവാണ്, മനപ്പാഠമായിരിക്കണം. ഇപ്പൊ നമുക്ക് യൂട്യൂബും ഇതൊക്കെ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ട് പറ്റും, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കിട്ടും. പക്ഷെ എങ്കിലും നമ്മളെ ഹൃദയത്തില് നമ്മൾ ഖുർആൻ ഉണ്ടായിട്ട് അത് കിട്ടുന്നതും ഈ ഗൂഗിളില് ആരോ ഉണ്ടാക്കി വെച്ചത് എടുത്ത് നോക്കുന്നത് രണ്ടും രണ്ട് തന്നെയാണ്. നമ്മളെ ഹൃദയത്തിൽ നിന്ന്, നമ്മളെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ നമ്മൾ മരിക്കുമ്പോഴും നമ്മളെ കൂടെ എപ്പോഴും ഒരു ഗൂഗിളും മൊബൈലും ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? അപ്പൊ നമ്മൾ ഒരു മൊബൈൽ ഇല്ലാത്ത സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഗൂഗിളിൽ നോക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെ ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാനും ഒക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് ഹൃദയത്തിലുള്ള ഖുർആനാണ് നമ്മളെ താങ്ങി നിർത്തുക. അല്ലാതെ ഗൂഗിളിലുള്ള ഖുർആനോട് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് മനപ്പാഠമാക്കുന്നതിന് നല്ല പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഖുർആനിൽ നിന്ന് ഒന്നും തന്നെ ഹൃദയത്തിൽ ഇല്ലാത്തവൻ ശൂന്യമായ ഭവനം പോലെയാണ്. അത്തരം വീടുകളിൽ ചിലന്തികളും ഇഴജന്തുക്കളും ഉപദ്രവകാരികളായ മറ്റനേകം ജീവജാലങ്ങളും കൂടുകെട്ടി താമസമാക്കിയിട്ടുണ്ടാകും. അപ്പൊ അതിനാ ഞാനിവിടെ പഴയ വീട് കാണിച്ചില്ലേ. ഈ വീട് പിന്നെ അതിന്റെ ഉള്ളിൽ നമുക്ക് പോകാൻ തന്നെ പേടിയാണ്. എന്തുകൊണ്ടാ? ഈ ഇഴജന്തുക്കളും പാമ്പും തേളും ചിലന്തികളും പല്ലിയും ഒക്കെ ഉണ്ടാവും, നമുക്ക് തന്നെ അറിയാം. അതുപോലെയാണത്രേ ഈ ഹൃദയത്തിൽ ഖുർആൻ ഒട്ടുമില്ലാത്ത ആളുകൾ. ഇതുപോലെയുള്ള ഒരു ഭവനമാണ്. അവിടെ എന്ത് അക്രമാണ്, എന്ത് അറ്റാക്കാണ് അവിടെ ഉണ്ടാവുക എന്ന് പറയില്ല. കലുഷിതമായിരിക്കും ആ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് ഖുർആന്റെ പ്രയോഗവൽക്കരണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ അധികം പിന്നെ നമ്മുടെ നാട്ടിലെന്ന് പറയാൻ മലയാളീസിന് മൊത്തം പറയുന്നത് കേട്ടോ, അല്ലാതെ നമ്മളൊരു നാട്ടിൽ എന്നുള്ളതല്ല, നമ്മള് പൊതുവെ നമ്മളുടെ ഒരു കൾച്ചറില് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു മുസ്ലിമിൽ നിന്ന് വരേണ്ട ഒരു സ്വഭാവമല്ല വരിക.
അപ്പോ ഒരു വ്യക്തിയെ കണ്ടിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നവർ വളരെ കുറവായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു വ്യക്തി, ഒരു മുസ്ലിമായ ഒരു വ്യക്തിയുമായി ഇടപഴകി അദ്ദേഹത്തിന്റെ സ്വഭാവവും പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സ്നേഹവും കാരുണ്യവും ഒക്കെ കണ്ടിട്ട് ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകള് നമ്മുടെ നാട്ടിൽ കുറവായിരിക്കും. ഇപ്പൊ കേരളക്കരയിൽ കുറവായിരിക്കും. പൊതുവെ കേരളത്തില് ഇസ്ലാമിനോട് വെറുപ്പാണ് തോന്നാറ്. ഇസ്ലാം കാരണം എന്തുകൊണ്ടാ? നോട് വെറുപ്പ് തോന്നാൻ കാരണം എന്താന്ന് വെച്ചാല് മുസ്ലിങ്ങളുടെ സ്വഭാവം അത്രയും മോശമാണ്. നമ്മുടെ മലയാളീസിന്റെ മുസ്ലിങ്ങളുടെ സ്വഭാവം മോശമായത് കൊണ്ട് എല്ലാ തരത്തിലുള്ള അസൂയയും പകയും സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒട്ടും ഒരു സൂക്ഷ്മതയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുന്ന സ്വഭാവമോ സത്യം മാത്രം പറയുക ഒരു നല്ല ഒരു സ്വഭാവവും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത്. എന്താന്ന് പറയാ എല്ലാം ഒരു ഭൗതികമായി തനിക്ക് എന്തെങ്കിലും ലാഭം ഇങ്ങോട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ മാത്രമേ അങ്ങോട്ട് പോലും ആളുകൾ സഹായിക്കുള്ളൂ. അത്തരത്തിലാണ് ഈ ഖുർആൻ അതായത് ഖുർആനിക വചനങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന ഒരു സ്വഭാവം വളരെ റെയർ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ശരിക്കുമുള്ള ഇസ്ലാമും ഖുർആനും എന്ന് പറയുന്നത് എത്ര മാധുര്യമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഭയങ്കര മാധുര്യമുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഇസ്ലാമിന്റെ മൂല്യങ്ങളൊക്കെ എല്ലാം മൊത്തം ഒരു വ്യക്തിയെ കണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാവും ഇവരെ ഒരു പ്രത്യേക വ്യക്തിയാണ്. ഇപ്പൊ പ്രവാചകനൊക്കെ നടക്കുന്ന ഖുർആനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന ഇടപഴകലും സ്വഭാവവും സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകളും കുടുംബത്തിനോടുള്ള പെരുമാറ്റവും മക്കളോടുള്ള പെരുമാറ്റവും ഒക്കെ ഭയങ്കര ഹൃദ്യമായിരിക്കും. എന്തുകൊണ്ടാ? അത് ആ ഖുർആനിന്റെ ഒരു ശക്തിയും ഇസ്ലാമിന്റെ മൂല്യങ്ങളാണ് അവിടെ പുറത്തേക്ക് വരുന്നത്. അതാണ് അത് ഞാൻ പറഞ്ഞു വന്നേച്ചാ ഈ ഖുർആൻ എന്ന് പറയുന്നത് വെറും ഒരു ഓതാനുള്ളതല്ല. അത് നമ്മളെ ജീവിതത്തിലും സംസാരത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും ഇടപഴകലിലും ഒക്കെ അതിങ്ങനെ പ്രതിഫലിക്കുമ്പോഴാണ് ഖുർആന്റെ ശരിക്കുള്ള പ്രയോഗവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ പ്രവാചകന്റെ കാലത്തൊക്കെ അബ്ദുല്ലാഹിബിൻ മസൂദ് സഹാബി പറയാണ്, പ്രവാചകനിൽ നിന്ന് 10 ആയത്തുകൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവയിൽ അടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനുശേഷം ഇറങ്ങിയ 10 സൂക്തങ്ങൾ ഞങ്ങൾ പഠിക്കാറുണ്ടായിരുന്നില്ല. അതായത് 10 ആയത്ത് പഠിച്ചാല് അവർ അതിൽ എന്തൊക്കെ ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുണ്ട് ജീവിതത്തിലേക്ക്, ഇതാണ് അവർ ചിന്തിക്കുക. മനസ്സിലായില്ലേ? 10 ആയത്ത് പഠിച്ചാൽ എനിക്കിപ്പോ ഈ 10 ആയത്തിന് എന്റെ ജീവിതത്തില് എന്നെ ബാധിക്കുന്ന കാര്യം, ഇപ്പൊ ഒരു യുദ്ധത്തെ കുറിച്ചൊക്കെയുള്ള ആയത്താണെങ്കിൽ നമുക്ക് അന്നേരം അത് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്പോ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല അല്ലെ. യുദ്ധത്തിനെ കുറിച്ചുള്ള ആയത്തുകളൊക്കെ ഉണ്ട്. അതുപോലെ രാഷ്ട്രീയത്തില് നമ്മുടെ വിധികളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ പ്രായോഗികമല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ ആയത്ത് പഠിച്ച് എന്റെ ജീവിതത്തിൽ ഇപ്പൊ എടുക്കാൻ പറ്റിയ കാര്യം എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ കർമ്മപദത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ശരിക്കും ഖുർആന്റെ പ്രയോഗവൽക്കരണം എന്ന് പറയുന്നത്. മറ്റൊരിക്കൽ അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹിബ്ൻ മസൂദ് പറയാണ്, ഖുർആൻ അവതീർണമായിട്ടുള്ളത് ജനങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ആളുകൾ അതിന്റെ പാരായണം തന്നെ ഒരു തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നു. മനസ്സിലായില്ല? അദ്ദേഹം പറഞ്ഞ എത്ര അർത്ഥവത്തായ വാക്കാണ്. അതായത് ശരിക്കും അവതരിച്ചിട്ടുള്ളത് അത് അനുസരിച്ച് പ്രവർത്തിച്ച് ജീവിതം ശുദ്ധമാക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ ഈ സാമൂഹികമായിട്ട് ഈ ലോകത്തിന്റെ ക്രമം തന്നെ ഒരു ഇസ്ലാമികമായ വ്യവസ്ഥയിലേക്ക് പോകാനുള്ള എല്ലാ നിയമങ്ങളും അടങ്ങിയ ഒരു ഗ്രന്ഥാണ് ഖുർആൻ. അപ്പൊ അതിനുവേണ്ടി ഇറങ്ങി അതിനെ ആളുകൾ അതിന്റെ പാരായണം തന്നെ ഒരു ജോലിയായിട്ട് സ്വീകരിച്ച് നടക്കുകയാണ്. നിങ്ങളിൽ ഒരാൾ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു അക്ഷരം പോലും വിട്ടുപോകാതെ മുഴുവനായി ഓതി തീർക്കുന്നു. എന്നാൽ അതനുസരിച്ചുള്ള പ്രവൃത്തി അയാൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ്. അതുപോലെ തന്നെ ഈ ഖുർആൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കളെ ഖുർആൻ, അപ്പൊ ഈ ഹദീസിൽ പറയുന്ന വേറെ കാര്യം എന്ന് പറയുന്നത് മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. മക്കളെ ഖുർആൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഇത് പുണ്യം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതില് ഈ കാരണം മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നതിൽ പുണ്യം എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ശരിക്കും ഒരു മാതാവ് അല്ലെങ്കിൽ മാതാപിതാക്കളാണ് തങ്ങളുടെ മക്കൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നത്. ശരിക്കും നിങ്ങളൊന്ന് ഇപ്പത്തെ കാലഘട്ടത്തില് മക്കള് വളരെ കുറച്ച് മതി എന്നാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. ഒന്ന് തന്നെ വേണ്ടാന്ന് വിചാരിക്കുന്നവര്, മക്കള് തന്നെ വേണ്ടാന്ന് വിചാരിച്ച് ഏറ്റവും ഇത് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ ഒന്ന് മതി, മറ്റേ 2 മതി എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ ഈ മക്കളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ, എന്റെ ഒരു മകനാണ്, ആ മകനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഈ മാതാപിതാക്കൾക്ക് ഉണ്ടാവും. ആ സ്വപ്നങ്ങൾ ചൂസ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ചിന്തിച്ച് ചൂസ് ചെയ്യണം.
കാരണം എന്താന്ന് വെച്ചാൽ ഈ മക്കളുടെ ഭാവി അവരെ പഠിപ്പിക്കുന്ന കാര്യം വെച്ചിട്ടാണ് പരലോകത്ത് ആ മാതാവിനും പിതാവിനും അള്ളാഹു ഈ ഒരു വസ്ത്രങ്ങൾ നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പത്തെ കാലത്ത് മക്കളെ എന്താക്കണം എന്ന് ഉമ്മ തീരുമാനിച്ചിട്ടാണ്, പിന്നെ അത് അനുസരിച്ചിട്ടാണ് മക്കൾ ഏത് സ്കൂള് പോലും ചൂസ് ചെയ്യുക. KG1 തുടങ്ങുമ്പോൾ തന്നെ ഇന്ന സ്കൂളില് ഇന്ന സ്കൂളില് കൂടെ ഖുർആനും കൂടി പഠിക്കുന്നുണ്ട്, ഇസ്ലാമിക വിജ്ഞാനം ഉണ്ട്, അല്ലെങ്കിൽ ആ സ്കൂളിൽ പോകുമ്പോൾ എന്റെ മോക്ക് മദ്രസയിലും കൂടി പോകാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും എന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കുന്ന മാതാപിതാക്കളുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അള്ളാഹു കാണുന്നുണ്ട് നമ്മൾ തീരുമാനിക്കുമ്പോ ഓരോ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ വാക്കിനും സാക്ഷിയാണ്. സാക്ഷിയാണ്. നോക്കുകയാണ് ഇവള് എന്ത് വിചാരിച്ചിട്ടാണ് സ്കൂൾ ചൂസ് ചെയ്യുന്നത്. ചില ആളുകള് ഇപ്പോ പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട്, വിശ്വാസികള് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് എപ്പോഴും മുൻഗണന കൊടുക്കുക അള്ളാന്റെ റസൂലിലും പറഞ്ഞ കാര്യങ്ങൾക്കാ. ഒരു വീട് എടുക്കുമ്പോ ആയിക്കോട്ടെ, മക്കളെ സ്കൂളിൽ ചേർക്കുമ്പോ, കോളേജിൽ ചേർക്കുമ്പോ, മക്കളെ എവിടേക്കെങ്കിലും വിടുമ്പോ, ഇവൻ മക്കളെ പുറത്ത് വിടുമ്പോ പോലും ചോദിക്കുന്ന മക്കളുണ്ട്, മക്കളെ നിങ്ങൾക്ക് അവിടെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവോ എന്ന് ചോദിക്കുന്ന മക്കളുണ്ട്. മക്കൾ ഒരു യാത്രക്ക് പറഞ്ഞയക്കുമ്പോ ചോദിക്കുന്നതാണ്, നീ നിസ്കാര പടം എടുത്തോ, നിസ്കരിക്കാനുള്ളത് എടുത്തോ, നീ അവിടെ എത്തുമ്പോൾ നിസ്കാരത്തെ കുറിച്ച് ബോധം വേണം. ഇങ്ങനെ ഉത്ബോധിപ്പിച്ച് വിടുന്ന ഉമ്മമാരുണ്ട് ല്ലേ? അത്രക്കും അവര് അതിനാണ് മുൻഗണന കൊടുക്കുന്നത്. നീ പോകുന്ന കൂട്ടുകാരികൾ ഏത് തരത്തിലുള്ള ഫ്രണ്ട്സ് ആണ്, അവർ നിസ്കരിക്കുന്നവരാണോ, നിന്നെ വഴിതെറ്റിക്കുന്നവരാണോ എന്നൊക്കെ വേവലാതിപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അപ്പൊ ഇതൊക്കെ അതായത് ഓരോ കാര്യത്തിലും ആ എന്ന് പറയുന്നത് ഇസ്ലാമും അള്ളയും ഇസ്ലാമും ഇസ്ലാമിന്റെ കാര്യങ്ങളാവുമ്പോ അവിടെയാണ് നമ്മുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്നത്. അവിടെ തന്നെ മാർക്കിട്ട് കഴിഞ്ഞു. പിന്നെ കുട്ടി നിസ്കരിച്ചോ ഉള്ളത് അത് രണ്ടാമത്തെ വിഷയമാണ്. നമ്മൾ ഇത് ചൂസ് ചെയ്യുമ്പം തന്നെ അവിടെ ചൂസ് ചെയ്തോ എന്നുള്ളതാണ് അള്ളാന്റെ മുന്നിൽ ഏറ്റവും മുൻഗണനയായിട്ട് നിൽക്കുന്നത്. പിന്നെ ചിലപ്പോൾ നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് രണ്ടാമത്തെ ഗണാണ്. അത് ഒരു തൗഫീക്ക് കൊടുക്കണം. എന്ത് കാര്യത്തിനാണെങ്കിലും അള്ളാന്റെ തൗഫീക്ക് വേണം. പക്ഷെ ആ തൗഫീക്ക് കിട്ടണമെങ്കിൽ തുടക്കത്തിലേ നോക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും പല ആളുകളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളിലും പെട്ടതിന് ശേഷം പറയും, അയ്യോ അങ്ങനെ ചെയ്തില്ല, എന്റെ മോൻ അങ്ങനെ ആയില്ല, ഇങ്ങനെ ആയില്ല. പക്ഷേ ഇവൻ പിന്നെ ഈ മക്കളെ നല്ലതായി ദീനിയായി വളർത്തുമ്പോ നിങ്ങൾ മക്കളെ മാതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ ദീനിയായ മാതാവിനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, ഒരു കുടുംബ ക്ലാസ്സിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ മക്കളെ ദീനിയായി വളരണമെങ്കിൽ മാതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. കുട്ടി ഉണ്ടായിട്ട് പിന്നെ മാതാവിനെ മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ തന്നെ തന്റെ മക്കൾ ദീനിയായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ ആ ഭാര്യയെയും ദീനിയായി തിരഞ്ഞെടുക്കണം. ദീനിന് മുൻഗണന കൊടുക്കുന്ന ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോഴാണ് മക്കൾ ദീനിയാവുക. അപ്പൊ അവിടെ തന്നെ ശ്രദ്ധിക്കുമ്പോഴാണ് ഇവിടെ ശരിയാവുള്ളൂ. പിന്നെ ഇവിടെ മക്കൾ കേടന്നിട്ട് മക്കൾ എല്ലാത്തിലും പെട്ടിട്ടാണ് പിന്നെയാണ് അവർ ചിന്ത പോവുക, എന്ത് പറ്റി എന്റെ മക്കൾ, ഞാൻ നല്ലോണം പഠിപ്പിച്ചതാണല്ലോ, അങ്ങനെയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് തന്റെ മക്കളുടെ വിജ്ഞാന സമ്പാദനത്തിനും ജനനത്തിനും ഒക്കെ മാതാപിതാക്കളാണ് കാരണക്കാർ എന്നത് കൊണ്ടാണ് ഈ മക്കൾ ഖുർആനിന്റെ വാഹകരായാൽ ഈ മാതാപിതാക്കൾ ഇത്രയും ജോഡി വസ്ത്രങ്ങൾ കൊടുക്കുന്നത്. അത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ നോക്കണം. എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഭൗതികമായിട്ട് തിരഞ്ഞെടുക്കുന്നവരാണ് 75% മാതാപിതാക്കള്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർത്താനാണ് മക്കളെ തിരഞ്ഞെടുക്കുക. ഏതുവരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ട്യൂഷൻ, സ്കൂൾ വിഷയങ്ങൾക്ക് ട്യൂഷൻ എവിടെയാണോ നല്ല ട്യൂഷൻ ഉള്ളത് അവിടേക്ക് മക്കളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും യാതൊരു പ്രയാസവും ആരും പറയാറില്ല. എന്നാൽ ഖുർആൻ പഠിക്കാൻ ഒരു സ്ഥലത്ത് കൊണ്ടുവരില്ല, അത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അവിടെ തന്നെ മനസ്സിലാക്കുക ഖുർആനിന് എത്രമാത്രം പരിഗണന നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മളൊന്നും പറഞ്ഞത് അള്ളാഹ്ക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ എവിടെയാണെന്നുള്ളത്. ഏതിനാണ് മുൻഗണന എന്ന വാക്കിന്റെ അർത്ഥം പറയേണ്ടതില്ല. മുൻഗണന എന്ന് പറഞ്ഞാൽ മുൻഗണന തന്നെയാണ്. അപ്പൊ ആ മുൻഗണനക്ക് അനുസരിച്ചിട്ടാണ് പരലോകത്തൊക്കെ നമുക്ക് മുൻഗണന കിട്ടുക. ഏതിനാണ് ഈ ലോകത്തുനിന്ന് മുൻഗണന കൊടുത്തത് എന്നതിനനുസരിച്ച്. അപ്പൊ ഒരാൾ തന്റെ സന്താനത്തെ ഖുർആൻ നോക്കി ഓതാൻ പഠിപ്പിച്ചാൽ അവന്റെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടും. മനസ്സിലായില്ലേ? ഇതിൽ പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തന്റെ സന്താനത്തെ ഖുർആൻ നോക്കി ഓതാൻ പഠിപ്പിച്ചാൽ അവന്റെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടും.
ഇനി ഒരുവൻ തന്റെ മകനെ ഖുർആൻ കാണാതെ പാരായണം ചെയ്യാനാണ് പഠിപ്പിച്ചതെങ്കിൽ അന്ത്യനാളിൽ 14 രാവിലെ ചന്ദ്രനെ പോലെ അള്ളാഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. അവന്റെ മകനോട് പറയപ്പെടും, ഖുർആൻ പാരായണം ചെയ്തുകൊള്ളൂ. ഓരോ സൂക്തം ഓതുന്നതിനനുസരിച്ച് പിതാവിന്റെ പദവി അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഖുർആൻ മുഴുവൻ അവൻ പാരായണം ചെയ്യുന്നത് വരെ അത് തുടരും. എത്രമാത്രം അനുഗ്രഹമാണ് നോക്കി മക്കളെ ദീനിയായി പഠിപ്പിച്ചാൽ. ഇപ്പൊ മക്കളെ ഭൗതികമായി പഠിപ്പിച്ചാൽ നമുക്ക് ഈ ലോകത്ത് നമുക്ക് ദീനിയായി ജീവിക്കണമെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക സെറ്റപ്പ് ഉണ്ടായാൽ മാത്രമേ അതും നമുക്ക് സാധ്യമാവുള്ളൂ എന്നുള്ളത് ശരിയാണ്. മക്കൾക്ക് അത്യാവശ്യം സാമ്പത്തികമായ ഐശ്വര്യം നമുക്ക് കുടുംബത്തിന് ഉണ്ടായാലേ നമുക്ക് ദീനിയായ പ്രവർത്തനങ്ങളിലും ദീൻ പഠിക്കാനും ഒക്കെ സമയം ചെലവഴിക്കാൻ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം നേടാൻ വേണ്ടി അതിനുവേണ്ടി മുഴു സമയവും ചിന്തയും ചെലവഴിച്ചുകൊണ്ട് മക്കൾ അതിനുവേണ്ടി മാത്രം പഠിപ്പിച്ചിട്ട് അവസാനം ഒന്നിനും ഉപകാരപ്പെടാത്ത മക്കളുണ്ട്. അപ്പൊ നമുക്ക് ഈ ലോകത്ത് സുന്ദരമായി ജീവിക്കാനാണല്ലോ ഭൗതികമായ വിദ്യാഭ്യാസവും ജോലിയും സ്ഥാനവും ഒക്കെ നമ്മൾ ഇതാക്കുന്നത്. അത് നമ്മള് അതാ നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അർത്ഥവും ഇല്ല. ചില മക്കള് ഇപ്പൊ MBBS പഠിക്കുന്ന മക്കളുണ്ട്. കോഴ്സ് കഴിഞ്ഞ് അങ്ങ് മരിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട് അല്ലെ. കോഴ്സ് കഴിഞ്ഞ ഉടനെ 22-23 വയസ്സിൽ വല്ല രോഗവും വന്നിട്ടോ ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ കോച്ചിങ്ങിന് പഠിക്കുമ്പോഴൊക്കെ മരിക്കുന്ന അവസ്ഥകൾ എത്രയോ നമ്മൾ കേൾക്കുന്നു. അപ്പൊ നമ്മൾ ഒരു ഭൗതികമായ ഒരു സെറ്റപ്പിൽ മക്കളാക്കി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അള്ളാഹ് ആയുസ് കൊടുക്കണം. രണ്ടാമത്തെ അള്ളാഹ് ആയുസ് കൊടുത്താൽ തന്നെ അവർക്ക് ബർക്കത്ത്, അവരുടെ ജോലിക്കുള്ള ബർക്കത്ത് കൊടുക്കുന്നുള്ള രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, അവർക്ക് ബർക്കത്ത് കിട്ടി, പൈസ ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ മാതാപിതാക്കളെ നോക്കുമോ എന്നുള്ളത് മൂന്നാമത്തെ വിഷയം. നാലാമത്തെ വിഷയം, അങ്ങനെ മാതാപിതാക്കളെ നോക്കാനാണ് നമ്മൾ അവരെ ജോലിയാക്കിയതെങ്കിൽ ആ മക്കള് വലുതാകുമ്പോഴേക്കും മാതാപിതാക്കൾക്ക് ആയുസ്സുണ്ടോ എന്നുള്ള നാലാമത്തെ വിഷയം. മനസ്സിലായില്ലേ? ഇതൊന്നും നമ്മളെ കയ്യിലല്ല. മക്കളങ്ങ് അനാഥരായി മരിച്ചു പോകുന്ന മാതാപിതാക്കൾ എത്രയോ ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മളെ കയ്യിലല്ല. അതുകൊണ്ട് നമ്മളോട് അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് മാത്രം ചെയ്താൽ മതി. ഒരു ടെൻഷനും ഇല്ല. മക്കളെ ദീനിയായി പഠിപ്പിക്കുക, ദീനിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താക്കിയാലും നമുക്ക് പരലോകത്ത് അവിടെ നമ്മുടെ പ്രതിഫലം ഉറപ്പാവും, മരിക്കും എന്നുള്ള കാര്യം ഉറപ്പുമാണ്. ഞാൻ പറഞ്ഞു വന്നത് ശരിക്ക് ചിന്തിച്ച്, ഞാൻ ഇതിപ്പോ സ്ത്രീകളോട് തന്നെ പറയണം, അധികം വീട്ടിലും മാതാക്കളാണ് തീരുമാനം എടുക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെ. പിതാവ് എന്ന് പറയുന്നത് മാതാവ് എന്ത് പറഞ്ഞാലും ഒരുവിധം സമ്മതിക്കുന്നതായിരിക്കും പിതാക്കന്മാര്. അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവര് മാതാക്കളാണ് ഇന്ന പറയുമ്പോ അവര് ഓക്കെ എന്ന് പറയുന്ന നേരെ തിരിച്ചും ഉണ്ടാവും. പക്ഷെ മാതാവിന് ഒരുപാട് ഇതുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് മക്കളെ കാര്യത്തില്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് നൂഹ് നബിയുടെ മകൻ വഴിപിഴച്ചു പോയതാണ് അല്ലെ, വഴിപിഴച്ചു പോയതാണ്, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ മകനും ഒക്കെ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ രണ്ടുപേരുടെ ഭാര്യമാരും വഴിപിഴച്ചവരായിരുന്നു. ഈ രണ്ടുപേരുടെ ഭാര്യമാരും, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യമാരെ അവിശ്വാസികൾക്ക് ഉദാഹരണമായിട്ട് ഖുറാനിൽ പറയുന്നു അല്ലെ. സൂറത്ത് തഹ്രീമില് പറയുന്ന രണ്ട് സ്ത്രീകളാണ് ഇവർ. അവരെ മക്കളാണ് വഴിവെച്ച് പോയത്. ആലോചിച്ച് നോക്കും, പിതാവ് പ്രവാചകനായിട്ട് പോലും മാതാവിന്റെ ഇൻഫ്ലുവൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഞാൻ ഖുർആൻ മക്കളെ പഠിപ്പിക്കുന്നതിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞു വന്നത്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഒരായത്ത് ജസ്റ്റ് അർത്ഥം പറയാം. നമുക്കിപ്പോ എല്ലാ ആഴ്ചയും ഇന്നിപ്പോ തുടക്കുന്ന ക്ലാസ് ആയതുകൊണ്ടാണ് ഖുർആന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇതിൽ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ പഠിക്കുന്ന മെത്തേഡ് ഒന്ന് പറയാം. ഖുർആൻ പഠിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്താണ് പറഞ്ഞത്. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. ഈ ഒരു ആയത്ത്, നമ്മൾ ഖുർആനിൽ ഒരു ആയത്ത് നമ്മൾ വായിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 2-3 കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് നമുക്കത് ഫ്ലുവന്റ് ആയിട്ട് വായിക്കാനുള്ള ഒരു കഴിവ് വേണം. ഫ്ലുവന്റ് ആയിട്ട് അറബിക്ക് വായിക്കാന് ഒന്നാമത്തെ ഏറ്റവും ബേസിക് ആണ്. രണ്ടാമത്തത് തജ്വീദോടുകൂടി സ്ഫുടതയോടുകൂടി അത് പാരായണം ചെയ്യാനുള്ള ഒരു കഴിവ്. അപ്പൊ ചെറിയ മക്കളൊക്കെ നമ്മൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുക. ആദ്യം നമ്മൾ അറബി വായിപ്പിക്കാൻ പഠിപ്പിക്കും. പിന്നെ രണ്ടാമത് അവരെ ഓതാൻ ആ ഈണവും താളവും ആ ഒരു സ്ഫുടതയും ആ മഹറജൊക്കെ കറക്റ്റായി ഓതാൻ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ലെവലാണ്. അപ്പൊ അത് നമുക്ക് ആദ്യം ഉണ്ടാവും. പിന്നെ മൂന്നാമത് ഒരു ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു അറബിക്കിന്റെ ഒരു പരിചയം വേണം. അല്ലാതെ ഇത് വേറെ കുറെ അക്ഷരങ്ങൾ കൂട്ടി വെച്ച പോലെ തോന്നരുത്.
മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു കുറെ പിന്നെ ഒരു അക്ഷരങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂമ്പാരാക്കി വെച്ച രീതിയിലല്ല നമ്മൾ ഒരു ആയത്തിനെ കാണേണ്ടത്. ഒരായത്തിനെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. എന്നുള്ളത് അറബിയിലെ ഒരു വാക്കാണ്. ലില്ലാഹി അതൊരു വാക്കാണ്. അൽ മശ്രിഖ് വേറൊന്ന്, വേറൊന്ന്, അൽ മഗ്രിബ് ഫൈനമാ തുവല്ലു തമ്മ വജ്ഹ് എന്ന് പറഞ്ഞ മുഖം അല്ലാഹ്. ഇന്ന അല്ലാഹ വാസിഉൻ അലീം. ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണുമ്പോൾ തന്നെ അതിങ്ങനെ പെറുക്കിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള അറിവ് നമുക്ക് വേണം. എന്നാലേ നമുക്ക് ആ ഖുർആന്റെ അർത്ഥത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആയത്ത് വായിക്കുമ്പം തന്നെ അത് ഇങ്ങനെ വേർതിരിച്ചറിയാന്നുള്ളത് മൂന്നാമത്തെ കാര്യം ട്ടോ. പിന്നെള്ള ലെവൽ ഏതാന്നറിയോ? ഇതിൽ ചില വാക്കുകളുടെ അർത്ഥം കിട്ടാന്നുള്ളത്. ഇപ്പൊ ഇതിലിപ്പോ നോക്കിക്കഴിഞ്ഞാല് അധികം ചില ആളുകൾക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ് അർത്ഥം. ലില്ലാഹി എന്ന് പറയാ അള്ളാഹുവിന്. എന്നുള്ള വാക്കാണ് ഇവിടെ ലീ ചേർത്തപ്പോ ലാഹിന്നായത്. അള്ളാഹുവിന്. പിന്നെ മഷ്രിഖ് എന്ന് പറഞ്ഞാൽ ഷർക്ക് എന്ന് പറയുന്നത് മഗ്‌രിബിന്റെ ഓപ്പോസിറ്റ് ആണ് മഷ്രിഖ്. മഗ്‌രിബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മഗ്‌രിബിന്റെ നേരം പടിഞ്ഞാറുള്ള സൂര്യൻ അസ്തമിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മഷ്രിഖ്. ഉദിക്കുന്ന സ്ഥലത്തിനാണ് മഷ്രിഖ് എന്ന് പറയാ. അങ്ങനെ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക ചെയ്യുക. മശ്രിക്ക് കിഴക്ക്, മഗ്‌രിബ് പടിഞ്ഞാറ്, പിന്നെ ഐന എന്ന് പറഞ്ഞാൽ എവിടെ ആയാലും, തുവല്ലു ഇത് പുതിയ വാക്കാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ വാക്കുകൾ അറിയാത്തതോ അല്ലെങ്കിൽ പുതിയതായിട്ടോ തോന്നും. അപ്പോൾ തമ്മ അവിടെയുണ്ട്, വജ്ഹ് എന്ന് പറഞ്ഞ മുഖം, അള്ളാഹുവിന്റെ. പിന്നെ ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അള്ളാഹു വാസിആണ്, അലീമാണ്. വാസിയും അലീമും എന്താണ്? അസ്മാഉൽ ഹുസ്നയിൽ പെട്ട വാക്കുകളാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഒരു ആയത്ത് കാണുമ്പോൾ തന്നെ അതിനൊരു പരിചയമുള്ള പോലെ അതിനെ നമ്മൾ സമീപിക്കാൻ പറ്റണം. അതെങ്ങനെ പറ്റാന്ന് വെച്ചാൽ ഖുർആനോട് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ പഠിച്ചപ്പോ 114 ആയത്ത് ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉള്ള സ്റ്റുഡൻസ് പഠിച്ചു കഴിഞ്ഞു. പുതിയ ആളുകൾ ഇനിയിപ്പോ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. പക്ഷെ അത് പഠിച്ചു വരുമ്പോ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇതിൽ ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകൾ എനിക്ക് അറിയാത്തതുള്ളൂ എന്നുള്ള ലെവലിലേക്ക് എത്തും. അത് പിന്നെ ഫുൾ ആയത്ത് കാണുമ്പോൾ തന്നെ എല്ലാം അറിയാന്നുള്ളത് അത്രക്കും പഠിച്ച ആളുകൾക്കേ പറ്റുള്ളൂ. വളരെ റെയർ ആയിരിക്കും. എല്ലാ വെക്കാബുലറി ഖുറാനിലുള്ള കംപ്ലീറ്റ് വെക്കാബുലറി മീനിങ് അറിയാന്ന് പറയുന്നത് വളരെ റെയർ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഫെമിലിയർ ആവാന്നേ നമുക്ക് പറ്റുള്ളൂ. പിന്നുള്ളതാണ് ആ ഒരു വാക്കുകൾ അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആയത്തിനെ കണക്ട് ചെയ്ത് മൊത്തത്തിൽ അർത്ഥം പറയാന്നുള്ള വേറൊരു കഴിവാണ്. അത് കുറച്ച് പ്രയാസാണ്. അത് പ്രയാസം എന്ന് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് സാധാരണ അറബിക് ടെക്സ്റ്റ് വായിക്കുന്ന പോലെ അർത്ഥം പറഞ്ഞാൽ ഖുർആൻ അർത്ഥം കിട്ടില്ല. അറബിക്കിലെ ഇപ്പൊ മദ്രസിലെ മക്കളെ പുസ്തകം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ. പിന്നെ ഹുവ ദഹബ ഇലൽ മദ്റസത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവൻ മദ്രസയിലേക്ക്, ദഹബ ഇലൽ മദ്റസത്തി എന്ന് പറഞ്ഞാൽ തന്നെ അവൻ മദ്രസയിലേക്ക്, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, മദ്രസ, ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി. അപ്പൊ അവൻ മദ്രസയിലേക്ക് പോയി നമുക്ക് കണക്ട് ചെയ്താൽ കിട്ടും ആ വാക്കിന്റെ അർത്ഥം. പക്ഷേ ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ എന്ന് പറയുന്നത് ശരിക്ക് ഭയങ്കര സാഹിത്യാണ്. നല്ല എന്തായാലും പറയാ അള്ളാന്റെ ഒരു പിന്നെ കലാമുകളാണ് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കലാമുകള് ഭയങ്കര ഭയങ്കര ശക്തി, അതിനൊരു ശൈലിയൊക്കെ ഉണ്ട്. ആ ശൈലി എന്ന് പറയുന്നത് നമ്മളത് മനസ്സിലാക്കൽ ഖുർആനോട് അടുത്തടുത്ത് വരുമ്പോ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അള്ളാന്റെ ശൈലിയാണിത്. ഇങ്ങനെ ഒരു ശൈലി. അപ്പൊ അള്ളാഹ് ഖുർആനിൽ പറയുന്നത് ഒരു അടി അങ്ങ് അടിച്ചു, അല്ലെങ്കിൽ ഒരു കളവാക്കൽ അങ്ങ് കളവാക്കി, ഇങ്ങനെയൊക്കെയാ പറയാ. പിന്നെ പിന്നെ അങ്ങനെ കുറെ വാക്കുകളുണ്ട്. ഇപ്പൊ എക്സാം പറയാനും കിട്ടുന്നില്ല. അപ്പൊ അത്തരത്തിലാണ് ഓരോരോ അള്ളാന്റെ പ്രയോഗങ്ങൾ നമ്മളിങ്ങനെ ഖുർആൻ ഇങ്ങനെ അർത്ഥം വായിച്ച് ഇങ്ങനെ പോകുമ്പോ നമുക്കത് മനസ്സിൽ പടിയും. ഇത് ഇങ്ങനെ ഒരു ശൈലിയാണ്. അല്ലെങ്കിൽ ഇത് അർത്ഥം പറയുമ്പോ ഇത് ഇങ്ങനെ ഒരു ശൈലി കുറെ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ അങ്ങൂടി അറിഞ്ഞാൽ മാത്രമേ ഖുർആന്റെ അറബി വാക്കിന്റെ ഓരോ അർത്ഥം നമ്മൾ പറഞ്ഞാലും കൂട്ടി അർത്ഥം പറയുമ്പോ അവസാനം ശരിക്കുള്ള ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആവണമെങ്കിൽ അതും കൂടി അറിയണം ഖുർആന്റെ ശൈലി. പറഞ്ഞില്ലേ? അപ്പൊ അത് മനസ്സിലാവും. നമ്മൾ കുറെ പഠിക്കുമ്പോ സ്വന്തമായിട്ട് പറയാനുള്ള കഴിവ് വരും. പിന്നെ നമ്മൾക്ക് എന്താവും, പിന്നെ ഇമാമ് നിന്ന് ഇപ്പൊ പള്ളിക്കൊക്കെ തറാവീക്കൊക്കെ പോകുമ്പോ ഇമാമ് ഇങ്ങനെ ഓതുമ്പോ നമ്മളെ ഹൃദയത്തിലൂടെ അർത്ഥം അങ്ങനെ ഒഴുകുന്നൊരവസ്ഥ വരാനുണ്ട്. അതാണ് വല്ലാത്തൊരു അനുഭൂതിയുള്ള അവസ്ഥയാണത്. ആ ഒരു ഖുർആനിൽ ഇങ്ങനെ നമ്മളിങ്ങനെ മുഴുകി ഇങ്ങനെ പരലോകത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ട്. അതാണ് ഖുർആനിന്റെ അവന്റെ മധുരം ഇങ്ങനെ അനുഭവിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ല. ആ അവസ്ഥയിലേക്ക് എത്തണ കുറച്ച് എഫേർട്ട് നമ്മൾ ഇടണം. പക്ഷെ എത്തും. അള്ളാന്റെ സഹായം കൊണ്ട് നമ്മൾ അവിടെ എത്തും. അപ്പൊ അതിന് പക്ഷെ ഇവിടെ ഖുർആൻ പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? ഓരോ പ്രയാസത്തിനും പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ്. വേറെ പുസ്തകം പോലെ നമ്മൾ ഒരിക്കലും ഖുർആനെ വിചാരിക്കരുത്.
ഓരോ പ്രയാസത്തിനും ഓരോ ചിന്തക്കും ഓരോ നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയവും എഫേർട്ടും നമ്മളെ ഇത് ഈവൻ എന്ത് വരെ നമ്മളെ നെടുവീർപ്പ് വരെ അല്ല കാണുന്നുണ്ട്. ഇപ്പൊ കുറെ പണി അങ്ങ് എടുത്തിട്ട് ക്ലാസ്സിന്റെ മുന്നിൽ വന്നിരിക്കുന്നവരുണ്ടാവും. ഓ പണി കഴിഞ്ഞ് എന്നുള്ളൊരു നെടുവീർപ്പ് ഉണ്ടാവൂല. ആ നെടുവീർപ്പ് പോലും അള്ളാന്റെ മുന്നിൽ പ്രതിഫലമുറ്റതാണ്. അപ്പൊ എത്രമാത്രം ഗുണമുള്ളതാണ് ഖുർആൻ പഠിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഖുർആൻ പഠിക്കുക. അപ്പൊ ഇങ്ങനെ ഈ പഠിപ്പിക്കുമ്പോ വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഇങ്ങനെ അർത്ഥം പറഞ്ഞതിന് ശേഷം ഇതിൽ വരുന്ന വെർബുകളാണ് ഇപ്പൊ വല്ല ഈ ഒരു ആയത്തിൽ വരുന്ന മഗ്രിബും മശ്രിഖും ഒക്കെ നൗണുകളാണ്. പിന്നെ ഇതിൽ വരുന്ന വെർബാണ് തുവല്ലു എന്നുള്ള നിങ്ങൾ തിരിയുക, നിങ്ങൾ തിരിഞ്ഞു എന്നുള്ള തിരിഞ്ഞാലും എന്നുള്ള ആ ഒരു വാക്കില് വാക്ക് വരുന്നത് വല്ലാ യുവല്ലി എന്നുള്ള വാക്കാണ്. ബേസിക്കലി ആ വാക്ക് വല്ല എന്നാണ് മാലിയായ ഫോമ, യുവല്ലി അതിന്റെ മുതാരി. ഇങ്ങനെ പഠിച്ചാലേ, കാരണം ഇങ്ങനെ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ തുവല്ലു എന്നുള്ള രൂപത്തിലല്ല എല്ലാ ആയത്തിലും വരിക. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം അറിയായിരിക്കും. പക്ഷെ എന്താ ഇത് വല്ലാന്നായി, യുവല്ലിന്നായി, പിന്നെ തുവല്ലൂന്നായി, അങ്ങനെ കുറെ 14 രൂപങ്ങളുണ്ട്. 14 മാലിക് മുലാരിനും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ശരിയായ ഒരു ബേസിക് ഫോം പഠിച്ചാലേ നമുക്ക് ഏത് രൂപത്തിൽ അത് വന്നാലും അതിന്റെ അർത്ഥം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ വല്ലാ യുവല്ലി എന്നുള്ള ഫോമും കൂടി നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. പിന്നെ വജ്ഹുല്ലാ ഇന്നല്ലാഹ വാസിഉൻ അലീം. ഇങ്ങനെ ഈ ഒരു ആയത്ത് പഠിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ വിശദീകരണം പറയും. എന്താണ് ഈ ആയത്ത് കൊണ്ട് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു തരും. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഈ ആയത്ത് സാഹചര്യം, ഇറങ്ങാനുണ്ടായ സാഹചര്യം, ഈ ആയത്ത് കൊണ്ട് അള്ളാഹ് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് എന്താണ് നമുക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ് അവസാനിക്കുക. അതിന്റെ ഒപ്പം തന്നെ പിറ്റത്തെ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിറ്റത്തെ ആഴ്ച ഒരു റിവിഷൻ ടെസ്റ്റ് ഉണ്ടാകും. ആ റിവിഷൻ ടെസ്റ്റില് മീനിങ് ചോദിക്കും. കാരണം ഈ മീനിങ് നമ്മൾ പഠിച്ചു പോയാലേ പുതിയ പുതിയ ആയത്തുകൾ എടുക്കുമ്പോൾ നമുക്കത് സ്വന്തമായിട്ട് അർത്ഥം പറയാനുള്ള ഒരു എബിലിറ്റിയിലേക്ക് നമ്മൾ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓരോ വാക്കിന് അർത്ഥം കാണാതെ പഠിച്ചു പോകുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇത് റിവിഷൻ ടെസ്റ്റിൽ 1, 2, 4, 5 ചോദ്യം വാക്ക് തന്നിട്ട് അർത്ഥം എഴുതാൻ പറയും. അത് താല്പര്യമുള്ളവർക്ക് എഴുതാം, ആർക്കും നിർബന്ധമില്ല. ഇതൊക്കെ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞ പോലെ ഒന്നിലും ഇസ്ലാമിന്റെ കാര്യത്തിൽ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന അവസ്ഥയില്ല. ഓരോരുത്തരും സ്വന്തം കഴിവും സൗകര്യവും ഒക്കെ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ അത്തരത്തിലൊരു റിവിഷൻ ടെസ്റ്റ് കൂടെ പഠിക്കേണ്ടവർക്ക് ശരിക്കും പഠിച്ചും പോവാം. ഇൻഷാല്ലാ നമുക്ക് ഇന്ന് നിർത്താം. നമ്മുടെ സമയം ഇവിടെ 10 മണിയായി. അപ്പൊ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഈ ആയത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ ഈ ഗാംഭീര്യമുള്ള ഈ കലാമുകൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ.